തൃശ്ശൂരിലെ തൃപ്രയാറിൽ വാഹനാപകടം നടന്ന് 5 പേർ മരിച്ച അതേ സ്ഥലത്ത് വീണ്ടും അപകടമുണ്ടായി. ബൈക്കും കാറും കൂട്ടിയിടിച്ച് ഒരാൾക്ക് പരിക്കേറ്റു, ഒരാളുടെ കൈപ്പത്തി അറ്റുപോയി എന്നാണ് സൂരജ് സ്ഥലത്ത് നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നത്. സംഭവ സ്ഥലത്ത് ഇപ്പോൾ സൂരജ് സജിയുണ്ട്. കൂടുതൽ വിവരങ്ങൾ സൂരജ് സജി നൽകും. ഈ അപകടത്തിൽപ്പെട്ട കാറിൻ്റെ ദൃശ്യമാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത്. സൂരജ് സജി, വിവരങ്ങൾ. രാവിലെ 5 പേരുടെ ജീവനെടുത്ത വാഹനാപകടം നടന്നത് എനിക്ക് പിന്നിൽ 100 മീറ്റർ അകലെയാണ്. അതിനിപ്പുറത്താണ് വീണ്ടും ഒരു കാറും ബൈക്കും കൂട്ടിയിടിച്ചിരിക്കുന്നത്. ഇതിൽ ബൈക്ക് യാത്രികനാണ് പരിക്കേറ്റിരിക്കുന്നത്. ബൈക്ക് യാത്രികന്റെ ഒരു കൈപ്പത്തി തന്നെ അറ്റുപോയി. 2 കാലിനും ഒടിവുണ്ട് എന്നുള്ളതാണ് പോലീസ് പറയുന്നത്. ഏകദേശം ഒരു 15 മിനിറ്റ് മുമ്പാണ് ഈ അപകടം നടന്നിരിക്കുന്നത്. അതായത് ഈ തൃപ്രയാർ ഭാഗത്ത് നിന്ന് വരികയായിരുന്നു ഈ കാറ് ഈ മറ്റൊരു വാഹനത്തെ മറികടക്കുകയായിരുന്നു എന്നുള്ളതാണ് പ്രാഥമികമായി നമുക്ക് ലഭിക്കുന്ന വിവരം. അങ്ങനെ ഈ ബൈക്ക് ഈ കാറിന് മുൻവശത്ത് ഇവിടെ വന്ന് ഇടിക്കുകയാണ്. ഇടിച്ചതിന് ശേഷം ഈ ബൈക്ക് സൈഡിലേക്ക് മറിയുന്നു. ഏറെ ദൂരം ഈ ബൈക്ക് സ്കിഡായി മുന്നോട്ട് പോയി എന്നുള്ളതാണ് പറയുന്നത്. അങ്ങനെ ഈ ബൈക്കിന്റെ ഹാൻഡിലിനടിയിൽപ്പെട്ടാണ് ഈ ബൈക്ക് യാത്രികന്റെ കൈ മുറിഞ്ഞു പോയതെന്നുള്ളതാണ് പറയുന്നത്. പക്ഷേ ഈ ബൈക്ക് യാത്രികന്റെ കൂടുതൽ വിവരങ്ങൾ പോലീസ് ശേഖരിക്കുന്നേ ആരാണ് ഈ അപകടത്തിൽപ്പെട്ടത് എന്ന് സംബന്ധിച്ചുള്ള വിവരങ്ങൾ ഉൾപ്പെടെ പോലീസ് ശേഖരിച്ചു വരികയാണ്. എന്തായാലും പരിക്കേറ്റ ആളെ നിലവിൽ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. 2 വാഹനങ്ങളും നിലവിൽ ഈ റോഡിൽ തന്നെ പാർക്ക് ചെയ്തിരിക്കുന്നു. ഇതാണ് നമ്മൾ കഴിഞ്ഞ ദിവസം ഇന്ന് രാവിലെയെല്ലാം നമ്മൾ ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ പറഞ്ഞത് ഇതാണ്. തുടർച്ചയായി ഈ മേഖലയിൽ അപകടം പതിവാണ്. അത് ഈ റോഡ് നിർമ്മാണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെയുള്ള പ്രശ്നങ്ങളാണ്. ഇന്നും നമ്മൾ നേരത്തെ ലൈവ് കഴിഞ്ഞ് അവിടെ നിന്ന് വരുന്ന സമയത്ത് നാട്ടുകാരുമായി സംസാരിച്ചു. ആ സമയത്തും അവർ പറയുന്നത് ഈ അടിക്കടി ഉണ്ടാകുന്ന ഡിവൈഡറുകൾ, അതായത് ഇന്ന് ഉണ്ടാകുന്ന ഡിവൈഡർ അല്ല നാളെ ഉണ്ടാകുന്നത്. നാളെ വരുമ്പോൾ ആ ഡിവൈഡറിന്റെ സ്ഥാനം മാറുന്നു, പുതിയ ഡിവൈഡർ വരുന്നു, ഡീവിയേഷൻ വരുന്നു. ഇത് പലപ്പോഴും ഇതിലൂടെ പോകുന്ന യാത്രക്കാരെ സംബന്ധിച്ച് വലിയ കൺഫ്യൂഷനുകൾ ഉണ്ടാക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഈ പല ട്രാക്കുകളിലൂടെയും ഈ വീതിയുള്ള ട്രാക്കാണ്, അതിലൂടെ ഒരു 100-200 മീറ്റർ സഞ്ചരിച്ച് വരുമ്പോൾ പെട്ടെന്ന് അടുത്ത ടേണിംഗ് വരുന്നു. അങ്ങനെ അതെല്ലാം അപകടത്തിന് ഇടയാക്കുന്നു എന്നുള്ളതാണ് പറയുന്നത്. എന്തായാലും ഈ കാറും ബൈക്കുമാണ് ഒരു 10-15 മിനിറ്റ് മുമ്പ് കൂട്ടിയിടിച്ചത്. അതിൽ ബൈക്ക് യാത്രികന് സാരമായി പരിക്കേറ്റിട്ടുള്ള അദ്ദേഹത്തിന്റെ 2 കാലിനൊടിവുണ്ട്, ഒരു കൈപ്പത്തി അറ്റുപോയി എന്നുള്ളതാണ് പോലീസ് തന്നെ വ്യക്തമാക്കുന്ന. ഓക്കെ, താങ്ക് യു. സൂരജ് സജിയാണ് വിവരങ്ങൾ നൽകിയത്. സങ്കടകരമായ കാര്യം, തൃപ്രയാർ രാവിലെ 5 പേരുടെ മരണത്തിനുണ്ടാക്കിയ അപകടത്തിന് ശേഷം ഇന്ന് വീണ്ടും അപകടമുണ്ടായി എന്നുള്ളതാണ്.